ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഉദുമയിൽ ഒരു പരീക്ഷണത്തിൽ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ സഹോദരി അമൃതയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. സ്ത്രീ വോട്ടർമാരുടെയും യുവാക്കളുടെയും പിന്തുണ ലഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. രതീഷ് വാസുദേവൻ കാസർഗോഡ് നിന്ന് തത്സമയം നമുക്കൊപ്പമുണ്ട്. രതീഷ്, സ്ത്രീ വോട്ടർമാരുടെയും യുവാക്കളുടെയും പിന്തുണയ്ക്കും അപ്പുറം CPIM-ന്റെ അക്രമ രാഷ്ട്രീയം കൂടി ചർച്ചയാക്കാം. ഈ ഒരു നീക്കം തന്നെയല്ലേ കോൺഗ്രസിന്റേത്? സേതുലക്ഷ്മി, തീർച്ചയായും അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ തവണ 2021-ലും ഇത്തരം ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അമൃതയ്ക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പിന്നീട് പോകാതിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മാതൃകയായി, CPM-ന്റെ മാതൃകയായി ഉദുമയിൽ ഉയർത്തി കാണിക്കുന്ന ഒന്നാണ് ശരത് ലാലിന്റെ രക്തസാക്ഷിത്വം. അതുകൊണ്ട് തന്നെ ശരത് ലാലിന്റെ സഹോദരി മത്സരിച്ചാൽ ഇത് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു ചർച്ചയായി മണ്ഡലത്തിൽ അതിനെ മാറ്റാമെന്നും അതിനെ വോട്ടാക്കി മുതൽക്കൂട്ടാക്കാമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഇടയിലുള്ള ചർച്ച വരുന്നത്. അതുകൊണ്ട് മാത്രവുമല്ല, ഈ ഗ്രൂപ്പ് സമവായങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മത്സരിക്കുന്ന നേതാക്കളുടെ പ്രശ്നം പോലും പാർട്ടിക്ക് സുഗമമായി പരിഹരിക്കാൻ കഴിയും. ഇതിനെ നിഷേധിക്കാനോ മറ്റും ജില്ലയിലെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയ സാധ്യതകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അത്തരത്തിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി അമൃതയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സംസ്ഥാനത്ത് ആകമാനം ഇത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അനുകൂലത ഉണ്ടാക്കാനുള്ള ശ്രമം കൂടിയാണ് കോൺഗ്രസിന്റെ ഈ ചർച്ചയിലൂടെ വരുന്നത്. എന്തായാലും 28-നുള്ളിൽ ഇത്തരത്തിൽ ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കാത്തിരിക്കുകയാണ് നേതാക്കൾ. എന്തായാലും സജീവമാണ് അമൃതയുടെ പേര്. അമൃത നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. എന്തായാലും ശരി, അപ്പോൾ കോൺഗ്രസ് ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് കാസർഗോഡ്. വിവരങ്ങൾ നൽകുകയാണ് നമ്മുടെ രതീഷ് വാസുദേവൻ. നോക്കൂ.